നമസ്തേ, ജ്യോതിർഗമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ച 2020 ശേഷം 2021 പിറന്ന് പ്രഥമ സപ്താഹം തീരാറായി. പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളുമൊക്കെയായി നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. പുതുവത്സര ശപഥങ്ങൾ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടോ? ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. തെറ്റാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, നമ്മളിത് എല്ലാ വർഷവും എടുക്കുന്നതല്ലേ, നമ്മളിത് എത്ര കണ്ടതാ എന്നാണോ ചിന്തിക്കുന്നത്? ശരിയായിരിക്കാം. ഈ പുതുവത്സര ശപഥത്തിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോഴാണ് ഒരു രസം തോന്നിയത്. ഇതിന് വളരെ ദീർഘമായൊരു ചരിത്രമുണ്ട്. ബാബിലോണിയൻ സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ? ഏകദേശം 4000-5000 വർഷങ്ങൾക്ക് മുൻപേ മെസൊപ്പൊട്ടേമിയൻ പ്രദേശത്ത് ഉണ്ടായിരുന്ന സംസ്കാരമാണ്. അവരാണിതിന് തുടക്കം കുറിച്ചതെന്ന് ചരിത്രം പറയുന്നു. ഓരോ പുതുവർഷ പുലരിയിലും ദൈവങ്ങളോടായിരുന്നു അവർ ശപഥം ചെയ്തിരുന്നത്. പിന്നീട് റോമാ സംസ്കാരം. അവിടെ ജാനുസ് എന്നൊരു ദേവതയുണ്ട്, ആരംഭത്തിലൊക്കെ സ്തുതിക്കപ്പെടുന്ന ദേവത. പരിണാമങ്ങളുടെ, കവാടങ്ങളുടെ ഒക്കെ ദേവതയായിട്ട് അവരെ ആരാധിക്കുന്നു. ആ പേരിൽ നിന്നാണ് കേട്ടോ നമ്മുടെ പുതുവത്സരത്തിലെ ആദ്യത്തെ മാസത്തിന് ജനുവരി എന്ന് പേര് കിട്ടിയത്. അവരും ജാനുസിന് ബലിയർപ്പിച്ചുകൊണ്ട് ജാനുസിനോട് ശപഥം ചെയ്താണ് പുതുവത്സരം തുടങ്ങിയിരുന്നതത്രേ. അപ്പോൾ പുതുവത്സര ശപഥത്തിൻ്റെ കഥ വളരെ പഴക്കമുള്ളതാണ്. ഈ ജാനുസ് എന്ന ദേവത മാറ്റത്തിൻ്റെ ദേവത കൂടിയാണ്. വർത്തമാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഭൂതത്തിലേക്കും ഭാവിയിലേക്കും നോക്കിക്കൊണ്ടു നിൽക്കുന്ന 2 തലകളാണ് ജാനുസിനുള്ളത്. ഭൂതകാലത്തിൽ നിന്നും അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയെ നോക്കിക്കാണുന്ന വർത്തമാനത്തിൻ്റെ നല്ലൊരു ബിംബം അല്ലേ? അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ നവവത്സര ശപഥങ്ങൾ എടുക്കുന്നുണ്ട്. 88% മുതൽ 54% വരെ പരാജയ കഥകളാണ് പുതുവത്സര ശപഥങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ ന്യൂ ഇയർ ശപഥമൊക്കെ പരാജയമാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ പണിക്കൊന്നും പോകാറില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങൾ നിർണയിക്കപ്പെടേണ്ടവ തന്നെയാണ്. അങ്ങനെ ലക്ഷ്യം നിർണയിക്കാത്തവർ, പ്രതിജ്ഞകൾ ചെയ്യാത്തവർ വിജയിച്ച ചരിത്രവും ഇല്ല. പുതുവത്സരം നല്ലൊരു ദിനമായതുകൊണ്ട് ആ ദിവസം എടുത്തു എന്നേ ഉള്ളൂ. ലക്ഷ്യങ്ങൾ നിർണയിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഒരു സംശയം വേണ്ട. നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുമെന്ന് ശപഥം ചെയ്തിട്ട് രാവിലെ മണി മുഴങ്ങിയപ്പോൾ 5 മിനിറ്റ്, ഇത്തിരി നേരം എന്ന് പറഞ്ഞാലോ, നമ്മുടെ പ്രഭാതം ആരംഭിച്ചത് തന്നെ തോറ്റുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ഏറ്റവും നിസ്സാര കാര്യമാണിത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ, നമ്മളെ പരാജയപ്പെടുത്തുന്ന, നമ്മളെ പരീക്ഷീണനാക്കുന്ന, വളരെ രഹസ്യമായി നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളെ അട്ടിമറിക്കുന്നവനാണല്ലോ യഥാർത്ഥ ശത്രു. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള ചെറിയ കാര്യത്തിൽ പോലും ആ ശത്രുവിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഏതായാലും നമ്മളെ നിരാശനാക്കാനും നമ്മളെ ഇല്ലാതെയാക്കാനും ഏതു വഴിയും സ്വീകരിക്കുന്ന ആ ശത്രുവിനെ, അവനെ തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ എന്തു ചെയ്യണം? ശ്രീശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നു, അകൃത്വാ ശത്രു സംഹാരം അഗത്വാ അഖിലഭൂശ്രിയം രാജാഹമിതി ശബ്ദാന്നോ രാജാ ഭവിതുമർഹതി. ഇവിടെ ശങ്കരാചാര്യർ ആത്മസാക്ഷാത്കാരത്തിൻ്റെ, ബ്രഹ്മാനന്ദാനുഭൂതിയുടെ രാജസിംഹാസനമേറുന്ന കാര്യമാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിർവഹണ ഘട്ടത്തിലും ഇത് വളരെ ശരിയുമാണ്. വഴിയേതായാലും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഏതായാലും ആത്മസാക്ഷാത്കാരത്തിലേക്കാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും നടന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞ ഈ കാര്യം നമ്മളാൽ നിർവഹിക്കപ്പെടുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും ഇത് വളരെ യോജിച്ചതും ആണ്. നമുക്കതിൻ്റെ ആശയം നോക്കാം.
ശത്രുസംഹാരം അകൃത്വ, ശത്രുക്കളെ ഇല്ലാതെയാക്കാതെ എന്നർത്ഥം. ആരാണോ നമ്മുടെ നന്മകൾക്ക്, നമ്മുടെ തീരുമാനങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്, അവരെ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ തന്നെയാണവ. നമ്മുടെ ചിന്തകളെ വെറുതെ നിരീക്ഷിച്ചാൽ അവരെ തെളിഞ്ഞു കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ 5 മിനിറ്റ് കൂടി എന്ന ഭോഗചിന്ത, എനിക്ക് വയ്യ, എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന ആത്മവിശ്വാസമില്ലായ്മ, അവനേക്കാളും നന്നായി ഞാൻ ചെയ്തു പക്ഷെ അവൻ ജയിച്ചു, എനിക്ക് ഭാഗ്യമില്ല, ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ എങ്ങനെ വിജയിപ്പിക്കാനാകും? അപ്പോൾ ഇവരല്ലേ നമ്മുടെ ശത്രുക്കൾ? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എന്നിങ്ങനെ 6 ശത്രുക്കളെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിവ് നേടിത്തരുന്ന ഇന്ദ്രിയങ്ങൾ തന്നെ അമിത വിഷയാസക്തികളാൽ ദുഷിച്ചവരാകുന്നു. അവരും നമ്മുടെ ശത്രുക്കൾ തന്നെ. അപ്പോൾ അവരെയൊക്കെ സംഹരിക്കണം. ഈ ശത്രുക്കളെയെല്ലാം സംഹരിക്കണം. ഈ ശത്രുക്കളെ ഇല്ലാതെയാക്കണം. അങ്ങനെ ചെയ്യാതെ ശത്രുസംഹാരം അകൃത്വ, ഈ ശത്രുക്കളെ ഇല്ലാതെയാക്കാതെ, അകത്വ അഖിലഭൂശ്രിയം, എല്ലാം തനിക്ക് സ്വാധീനമാക്കാതെ, രാജ ഐശ്വര്യങ്ങളെ നേടാതെ. ഇവിടെ നമ്മുടേതായിട്ടുള്ളത് എന്താ? നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയൊക്കെ തൻ്റെ സ്വാധീനത്തിൽ വരുത്താതെ. കണ്ണെൻ്റെയാണ്, അതെന്ത് കാണണമെന്ന് ഞാൻ പറയും. മനസ്സെൻ്റെയാണ്, അതെന്ത് ചിന്തിക്കണമെന്ന് ഞാൻ പറയും. ആ അധികാരം എൻ്റെയാണ്. അങ്ങനെ അവയെ സ്വാധീനമാക്കാതെ ശത്രുസംഹാരം അകൃത്വ അഖിലഭൂശ്രിയം അകത്വ, ശത്രുക്കളെ ഇല്ലാതെയാക്കാതെ തൻ്റെ പ്രദേശങ്ങളിൽ പൂർണ്ണമായ സ്വാധീനം തനിക്ക് നേടാനാകാതെയും ചെയ്താൽ, അഹം രാജ, ഞാൻ രാജാവാണ്, ഇത് ശബ്ദാത് എന്ന് പറഞ്ഞതുകൊണ്ട് രാജ നോ ഭവിതുമർഹതി, രാജാവാകാൻ അർഹതയില്ല, അല്ലെങ്കിൽ ആരും രാജാവാകുന്നില്ല എന്ന് ഈ ശ്ലോകം പറഞ്ഞു തരുന്നു. അകൃത്വാ ശത്രുസംഹാരം അഗത്വാഖിലഭൂശ്രിയം രാജാഹമിതി ശബ്ദാന്നോ രാജാ ഭവിതുമർഹതി. ശത്രുക്കളെ സംഹരിക്കാതെ തൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെയാകുന്ന തൻ്റെ രാജ്യത്തിൽ അധീശത്വം നേടാതെ താൻ കേമനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആരും കേമനാകില്ല. വിജയം നേടണോ? പറഞ്ഞ ശപഥങ്ങളിൽ വിജയിക്കണോ? ആത്മാനുഭൂതി നേടണോ? നിങ്ങളിൽ പതിയിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിയുക. അമിതമായ ആസക്തികളെ, ആത്മവിശ്വാസമില്ലായ്മകളെ, അഹങ്കാരത്തെ, അസൂയയെ, ദേഷ്യത്തെ എല്ലാം ഇല്ലാതെയാക്കണം. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രു അവൻ്റെ കൂട്ടിനു വേണ്ടി സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ പുറത്തുള്ള എല്ലാ ശത്രുക്കളെയും. അകത്ത് ശത്രുവില്ലെങ്കിൽ പുറത്തുമില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റ് ശ്ലോകവുമായി വീണ്ടും കാണാം. ശുഭമസ്തു. ധന്യവാദ. പുതുവത്സരാശംസകൾ.